ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ലേണിനോ. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഗേറ്റിന്റെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലുള്ള ഇലക്ട്രോണിക് ഡിവൈസസിന്റെ MCQ 9th സെറ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് വൺ, തെർമൽ റൺഅവേ ഒക്വേഴ്സ് വെൻ. തെർമൽ റൺഅവേ എപ്പോഴാണ് നമുക്ക് ഒരു ട്രാൻസിസ്റ്റർ സർക്യൂട്ടിൽ ഒക്യൂർ ആകുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കൂ. കളക്ടർ ഈസ് റിവേഴ്സ് ബയാസ്ഡ്, transistor is not biased, emitter is forward biased, none of these. Option A is the right answer. Collector reverse biased ആകുമ്പോഴാണ് thermal runaway occur ആകുന്നത്. എന്താണ് thermal runaway എന്ന് നമുക്ക് നോക്കാം. Okay, the excess heat produced at the collector base junction. ആ ഒരു കളക്ടർ ബേസ് ജംഗ്ഷനിൽ പ്രൊഡ്യൂസ് ആകുന്ന ഒരു എക്സസ് ഹീറ്റ് ആ ഒരു ട്രാൻസിസ്റ്ററിനെ ചിലപ്പോൾ കത്തിയിട്ട് ആ ഒരു ട്രാൻസിസ്റ്റർ ഇല്ലാണ്ടാകുന്നത് തന്നെ നമുക്ക് കാരണമാകാം. ആ ഒരു എക്സസ് ഹീറ്റ് പ്രൊഡ്യൂസ് ആകുന്ന ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, തെർമൽ റൺഅവേ എന്ന് പറയുന്നത്. ആ ഒരു ട്രാൻസിസ്റ്ററിന്റെ തെർമൽ റൺഅവേ എന്ന് പറയുന്നത് എക്സസ് ആയിട്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയും ആ ട്രാൻസിസ്റ്ററിനെ നശിപ്പിക്കുന്നതിന് വരെ കാരണമാകുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, തെർമൽ റൺഅവേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കളക്ടർ കറന്റ് നമുക്ക് എങ്ങനെ പറയാം, IC is equal to ബീറ്റ IB plus 1 plus ബീറ്റ into IC0 എന്ന് പറയാം. IC0 എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദ ലീക്കേജ് കറന്റ്. അതെന്ന് പറയുന്നത് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ ടെമ്പറേച്ചർ ഇൻക്രീസ് ആയിട്ടുണ്ടെങ്കിൽ എന്താകും, ഈ പറയുന്ന ലീക്കേജ് കറന്റും ഇൻക്രീസ് ആകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ലീക്കേജ് കറന്റ് ഇൻക്രീസ് ആകുന്നതിനനുസരിച്ച് കളക്ടർ കറന്റും ഇൻക്രീസ് ആകും. അപ്പൊ നോക്കൂ, ടെമ്പറേച്ചർ ഇൻക്രീസ് ആകുന്നു, അപ്പൊ ലീക്കേജ് കറന്റ് ഇൻക്രീസ് ആകും. അതിന്റെ ഫലമായിട്ട് കളക്ടർ കറന്റ് ഇൻക്രീസ് ആകുകയും ടെമ്പറേച്ചർ ഇൻക്രീസ് ആകുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ആകുന്നത് എന്താകുന്നുണ്ട്, ആ ഒരു കളക്ടർ കറന്റ് കൂടുതൽ കറന്റ് ആകും അല്ലെ. അപ്പൊ കറന്റ് കൂടുകയും അവിടെ ഉണ്ടാകുന്ന പവർ ഡിസിപ്പേഷൻ ആ ഒരു ട്രാൻസിസ്റ്ററിന്റെ കൂടുകയും അതെന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ട്രാൻസിസ്റ്ററിൽ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ ഹൈ ആയിട്ട് ഇൻക്രീസ് ആകുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു റീഇൻഫോഴ്സിംഗ് സൈക്കിൾ, സെൽഫ് റീഇൻഫോഴ്സിംഗ് സൈക്കിളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, തെർമൽ റൺഅവേ എന്ന് പറയുന്നത്. അത് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ട്രാൻസിസ്റ്ററിനെ തന്നെ നമ്മൾ നശിപ്പിക്കുന്നതിനും കാരണമാകുന്നുണ്ട്. ഓക്കെ, അപ്പൊ തെർമൽ റൺഅവേ ഒക്യൂർ ആകുന്നത് എപ്പോഴായിരിക്കും, ആ ഒരു കളക്ടർ എന്ന് പറയുന്നത് റിവേഴ്സ് ബയാസിൽ ആകുമ്പോഴാണ്. ഓക്കെ, which among the following statements are true with respect to semiconductor breakdown? സെമികണ്ടക്ടർ ബ്രേക്ക്ഡൌണിനെ ബേസ് ചെയ്ത് താഴെ തന്നിരിക്കുന്നതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ്, അതായത് ഓപ്ഷൻ ഫസ്റ്റ് വൺ ഓപ്ഷൻ ആണ് ഇസ് ദ റൈറ്റ് ആൻസർ. അപ്പൊ എന്താണെന്ന് നോക്കാം നമുക്ക്. The Zener breakdown occurs in the junctions which are heavily doped. എവിടെയാണോ ഹെവിലി ഡോപ്പ് ചെയ്തിരിക്കുന്നത് അവിടെയായിരിക്കും നമുക്ക് സെനർ ബ്രേക്ക് ഡൗൺ ഒക്യൂർ ആവുന്നത്. എവിടെയാണോ ലൈറ്റ്ലി ഡോപ്പ് ചെയ്തിരിക്കുന്നത് അവിടെയാണ് നമുക്ക് അവലാഞ്ചെ ബ്രേക്ക് ഡൗണും ഒക്യൂർ ആവുന്നത്. ഓക്കെ, ഇതാണ് നമുക്ക് റൈറ്റ് ആയിട്ട് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്. നമുക്ക് നോക്കാം എന്താണ് അവലാഞ്ചെ ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്. ഇറ്റ് ഈസ് ദ ഫിനോമിനൻ ഇൻ വിച്ച് there is an increase in the number of free electrons beyond the rated capacity of the diode. ആ ഒരു ഡയോഡിന്റെ ആ ഒരു റേറ്റഡ് കപ്പാസിറ്റിനേക്കാൾ ഹയർ ആയിട്ട് കൂടുതലായിട്ട് ഫ്രീ ഇലക്ട്രോൺസിന്റെ നമ്പർ ഒക്യൂർ ആവുകയാണെങ്കിൽ അവിടെ നമുക്ക് അവലാഞ്ചെ ബ്രേക്ക് ഡൗൺ ഒക്യൂർ ആവുന്നുണ്ട്. ഓക്കെ, അത് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഒരു ഹെവി കറന്റ് ഫ്ലോ ഉണ്ടാകുകയും ആ ഒരു ഡയോഡ് റിവേഴ്സ് ബയാസ് കണ്ടീഷനിലായിട്ട് ഒരു ഹെവി കറന്റ് ഫ്ലോ ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അവലാഞ്ചെ ബ്രേക്ക് ഡൗൺ ഒക്യൂർ ആവുന്നത് എവിടെയായിരിക്കും, ലൈറ്റ്ലി ഡോപ്ഡ് ഡയോഡിലായിരിക്കും. എന്നാൽ സെനർ ഡയോഡ് ഒക്യൂർ ആവുന്നത് എങ്ങനെയായിരിക്കും, ഒരു ഹൈ ഇലക്ട്രിക് ഫീൽഡ് കാരണമായിരിക്കും. ഓക്കെ, അപ്പൊ ഹൈ ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യുമ്പോൾ അപ്ലൈ അക്രോസ് ദ PN ജംഗ്ഷൻ അക്രോസ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് ഫലമായിട്ട് അവിടെ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു PN ജംഗ്ഷനിലൂടെ ഫ്ലോ ആവുകയും അതിനനുസരിച്ച് ഒരു ലിറ്റിൽ കറന്റ്, ഒരു റിവേഴ്സ് ബയാസിൽ ഒരു ചെറിയ രീതിയിലുള്ള കറന്റ് ഫ്ലോ ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു ഹെവിലി ഡോപ്ഡ് ഡയോഡ്സിലാണ് എന്ത് ഒക്യൂർ ആവുന്നത്, സെനർ ബ്രേക്ക് ഡൗൺ ഒക്യൂർ ആവുന്നത്. നമുക്കൊരു ഡിഫറൻസ് എന്തൊക്കെയാന്ന് നോക്കാം. അവലാഞ്ച് ബ്രേക്ക് ഡൗണും സെനർ ബ്രേക്ക് ഡൗണും തമ്മിലുള്ള ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ അവലാഞ്ച് ബ്രേക്ക് ഡൗൺ ലൈറ്റ്ലി ഡോപ്ഡ് ആണ്, സെനർ ബ്രേക്ക് ഡൗൺ ഹെവിലി ഡോപ്ഡ് ഡയോഡിലായിരിക്കും. അവലാഞ്ച് ബ്രേക്ക് ഡൗൺ ഹൈ റിവേഴ്സ് പൊട്ടൻഷ്യൽ, ഇവിടെ ലോ റിവേഴ്സ് പൊട്ടൻഷ്യൽ ആയിരിക്കും സെനർ ബ്രേക്ക് ഡൗണിൽ. ജംഗ്ഷൻ അവിടെ ഡിസ്ട്രോയിഡ് ആകും, ഇവിടെ ജംഗ്ഷൻ എന്ന് പറയുന്നത് സെനർ ബ്രേക്ക് ഡൗണിൽ ഡിസ്ട്രോയിഡ് ആവില്ല. എ വീക്ക് ഇലക്ട്രിക് ഫീൽഡ് ആണ് ഇവിടെ പ്രൊഡ്യൂസ് ആകുന്നത്. ഇവിടെ ഒരു സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് ഒരു സെനർ ബ്രേക്ക് ഡൗണിൽ ഒക്യൂർ ആവുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് എങ്ങനെയാണ്, ഹൈ റിവേഴ്സ് പൊട്ടൻഷ്യൽ ആണ് ഒക്യൂർ ആവുന്നത്, ഇവിടെ ലോ റിവേഴ്സ് പൊട്ടൻഷ്യൽ ആണ് ഒക്യൂർ ആവുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദ മെയിൻ ഇമ്പോർട്ടന്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ദി അവലാഞ്ചെ ആൻഡ് സെനർ ബ്രേക്ക് ഡൗൺ. അടുത്ത ക്വസ്റ്റ്യൻ, എ ട്രാൻസിസ്റ്റർ കണക്റ്റഡ് ഇൻ എ കോമൺ ബേസ് കോൺഫിഗറേഷൻ ഹാസ് ദ ഫോളോയിങ് റീഡിംഗ്സ്. IE is equal to എമിറ്റർ കറന്റ് 2 milliampere ബേസ് കറന്റ് 20 microampere ആണ്. അങ്ങനെയാണെങ്കിൽ കറന്റ് ഗെയിൻ ആൽഫയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓപ്ഷൻ സി 0.99 ആണ് നമുക്ക് കിട്ടുന്ന കറന്റ് ഗെയിൻ. എങ്ങനെയാണ് കാൽക്കുലേഷൻ നോക്കാം. അപ്പോൾ ഒരു കറന്റ് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദ ഔട്ട്പുട്ട് കറന്റ് ടു ദ ഇൻപുട്ട് കറന്റ്. ഔട്ട്പുട്ട് കറന്റും ഇൻപുട്ട് കറന്റും തമ്മിൽ ഉണ്ടാകുന്ന ഒരു റേഷ്യോനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കറന്റ് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കോമൺ ബേസ് കോൺഫിഗറേഷനിലാണെങ്കിൽ ഔട്ട്പുട്ട് കറന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദ എമിറ്റർ കറന്റ്, ദാറ്റ് ഈസ് IC ആണ്.
whereas the input current എന്ന് പറയുന്നത് ബേസ് കറന്റ് IE ആണ്. ഓക്കെ, IC അല്ല I. ഓക്കെ, സോ അപ്പോൾ നമുക്ക് അതിന്റെ റേഷ്യോ ഓഫ് ദ കളക്ടർ കറന്റ് ടു ദ ചേഞ്ച് ഇൻ ദ എമിറ്റർ കറന്റ് എന്നാണ് നമ്മൾ എന്ത് പറയുന്നത് കറന്റ് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. സോ ആൽഫ ഈസ് ഈക്വൽ ടു IC by IE ആണ് വരുന്നത്. IC by IE. അപ്പൊ IE is equal to എനിക്ക് എന്താണ് IC plus IB ആണ്. നമ്മൾ ഇതൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ IE നമുക്ക് തന്നിട്ടുണ്ട്, IB തന്നിട്ടുണ്ട്. അപ്പൊ IC is equal to നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ 1.98 മില്ലി ആംപിയർ വരുന്നുണ്ട് അല്ലെ. നമുക്ക് ഈ ഇക്വേഷൻ I is equal to IC plus IB ആണ്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് IB ആണ്. അപ്പൊ IE minus IC എന്ന് വരും. That is equal to 1.98 മില്ലി ആംപിയർ വന്നിട്ടുണ്ട്. അപ്പൊ കറന്റ് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ആൽഫ is equal to എന്താണ് IC by IE. IC എന്ന് പറഞ്ഞാൽ 1.98 by 2, that is equal to 0.99 വരുന്നുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ് a semiconductor in its purest form is known as dash. ഒരു സെമി കണ്ടക്ടർ അതിന്റെ പ്യൂറസ്റ്റ് ആയിട്ടുള്ള ഫോമിന് അറിയപ്പെടുന്ന പേരെന്താണ്? ഇറ്റ് ഈസ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. ഓപ്ഷൻ ഡി is the right answer. നോക്കൂ, ഒരു മെറ്റീരിയൽ ഇറ്റ് ഈസ് നോട്ട് എ ഗുഡ് കണ്ടക്ടർ ഓർ എ ഗുഡ് ഇൻസുലേറ്റർ. ഒരു ഗുഡ് കണ്ടക്ടറും അല്ല, എന്നാൽ ഒരു ഗുഡ് ഇൻസുലേറ്ററും അല്ലെങ്കിൽ നമുക്ക് അതിന് എന്തെന്ന് പറയാം സെമി കണ്ടക്ടർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതിന് എക്സാമ്പിളുകൾ എന്തൊക്കെയാണ്? സിലിക്കൺ, ജർമേനിയം എന്നാണ്. അപ്പൊ ഇതിൽ നമുക്ക് മെയിൻ ആയിട്ട് രണ്ട് ടൈപ്സ് ആണ് വരുന്നത്. ഇൻട്രിൻസിക് സെമി കണ്ടക്ടറും എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറും വരുന്നുണ്ട്. ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് ഈക്വൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസും ഹോൾസും ആയിരിക്കും. അതായത് ഇൻട്രിൻസിക് എന്ന് പറഞ്ഞാൽ പ്യുവർ എന്നാണ് അർത്ഥം വരുന്നത്. ഓക്കെ, വിത്തൗട്ട് എനി ഇംപ്യൂരിറ്റി. അപ്പോൾ ഇൻട്രിൻസിക് സെമികണ്ടക്ടറിൽ the number of electrons and number of holes are equal and intrinsic means it is pure without any impurity. Okay, extrinsic semiconductor എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നമ്മൾ impure ഡോപ്പ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അതായത് ഇൻട്രിൻസിക് സെമികണ്ടക്ടറിൽ നമ്മൾ എക്സ്ട്രിൻസിക് ആക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്മോൾ amount of impurity ആഡ് ചെയ്തിട്ടുണ്ടാകും. അതാണ് എക്സ്ട്രിൻസിക് സെമികണ്ടക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, then ഒരു സൂപ്പർ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ആൻ എലമെന്റ് അല്ലെങ്കിൽ ഒരു മെറ്റാലിക് അലോയ് ആണ്. അത് എന്ത് ചെയ്യുന്നുണ്ട്? when cooled below a critical temperature of the substances then it loses all electrical resistance. ഒരു സൂപ്പർ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ഒരു എലമെന്റ് അല്ലെങ്കിൽ ഒരു മെറ്റാലിക് അലോയ് ആണ്. അതിന് നമ്മളൊരു ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൽ ബിലോ ആയിട്ട് കൂൾ ചെയ്യുകയാണെങ്കിൽ അതിന്റെ എല്ലാ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസും അതിൽ നിന്ന് നഷ്ടമാകുന്നുണ്ട്. അതാണ് ഒരു സൂപ്പർ കണ്ടക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു സെമി കണ്ടക്ടറിനെ എന്തെന്ന് പറയാം? ഒരു പ്യൂറസ്റ്റ് ഫോമിൽ എന്തെന്ന് പറയുന്നത്? ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് വിൽ ബി ദ പവർ ഡിസിപ്പേഷൻ അക്രോസ് എ സിലിക്കൺ ഡയോഡ് ക്യാരിയിങ് എ കറന്റ് ഓഫ് 50 മില്ലി ആംപിയർ. ഒരു 50 മില്ലി ആംപിയർ ക്യാരി ചെയ്യുന്ന ഒരു സിലിക്കൺ ഡയോഡിന്റെ പവർ ഡിസിപ്പേഷൻ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻസ് 35, ദാറ്റ് ഈസ് ഓപ്ഷൻ സി is the right answer, 35 മില്ലി വാട്ട് ആണ്. കാൽക്കുലേഷൻ നോക്കാം നമുക്ക്. അപ്പോൾ ഒരു സിലിക്കൺ ഡയോഡിന് അക്രോസ് ആയിട്ടുള്ള പവർ ഡിസിപ്പേഷൻ ഇക്വേഷൻ എന്താണ്? PD is equal to VD into ID ആണ്. PD എന്ന് പറഞ്ഞാൽ പവർ ആണ്, VD എന്ന് പറഞ്ഞാൽ കട്ട് ഇൻ വോൾട്ടേജ് ഓഫ് ദ ഡയോഡ്, ID എന്ന് പറഞ്ഞാൽ കറന്റ് അക്രോസ് ദ ഡയോഡ് ആണ്. ഓക്കെ, അപ്പൊ കട്ട് ഇൻ വോൾട്ടേജ് ഓഫ് സിലിക്കൺ ഡയോഡ് നമുക്കറിയാം 0.7 ആണ്. ജർമേനിയത്തിന്റെ വരുന്നത് നമുക്ക് 0.3 വോൾട്ടേജ് ആണ് വരുന്നത്. ഇവിടെ നമുക്ക് സിലിക്കൺ ആണ് അല്ലെ. ID നമുക്ക് 50 മില്ലി ആംപിയർ തന്നിട്ടുണ്ട്. VD എന്നുള്ളത് നമുക്ക് 0.7 ആണെന്ന് അറിയാം. So PD that is equal to VD into ID that is equal to 0.7 into 50 is equal to 35 milliwatt ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീക്കിൽ ഇലക്ട്രോണിക്സ് ഡിവൈസസിന്റെ MCQ സെറ്റ് 9 ൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.